പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള നല്ലൊരു ഏത്തക്ക മോരുകറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഒരു മോരുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്, ഒരു 7-8 ചെറിയ ഉള്ളിയും ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഏത്തക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി, അത് വെന്ത് വരുമ്പം ശരിയായിക്കോളും. ഇനിയും ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ ചട്ടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാനിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഏത്തക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേ അളവിൽ തന്നെ ചെറിയ ജീരകം, ഇനി ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല തിക്ക് പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ കായ ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കഷ്ണമാക്കി ഇട്ടാൽ മതി. ഞാനിപ്പം വലിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് തന്നെയാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ശകലം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒന്നുകിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇടണം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുകൊന്ന് തളിച്ചു കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളകും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കൊച്ചുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മുമ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏത്തക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ ഈസി ആട്ടോ ഇത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറിയെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ഒരു 2-3 ദിവസം വരെ ഇത് ഉപയോഗിക്കാം, ചീത്തയാവില്ല. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ സൂപ്പറാട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്